എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമ്മൾ ഇന്ന് ആത്മാവിൻ്റെ യാത്രകളെ പറ്റി ചിന്തിക്കുന്നതിൽ കൂടെ കൂടിയിരിക്കുന്ന ഈ ആത്മീയ യാത്രയിൽ മോക്ഷത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി കുറേ ആത്മാക്കൾ ഈ യാത്രയിൽ നമ്മുടെ കൂടെ പങ്കാളികളായിട്ടുണ്ട്. അവരിലേക്ക് ജ്ഞാനോപദേശം കൊടുത്ത ചില വാക്കുകളാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഗുരുവിൻ്റെ വഴിയെ സഞ്ചരിക്കുമ്പോൾ ജ്ഞാനിയായ ഗുരു പറഞ്ഞിരിക്കുന്നു, ഈ ലോകമെന്നത് ഭഗവാന്റെ ശരീരമാണ്. ഈ 14 ലോകങ്ങളെ ഭാഗിച്ചുകൊണ്ട് ആത്മാവിൻ്റെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതലം വിതലം, അതലത്തിൽ നിന്നും വിതലത്തിലേക്കും, വിതലത്തിൽ നിന്നും സുതലത്തിലേക്കും, സുതലത്തിൽ നിന്നും തലാതലത്തിലേക്കും, തലാതലത്തിൽ നിന്നും മഹാതലത്തിലേക്കും, മഹാതലത്തിൽ നിന്നും രസാതലത്തിലേക്കും, രസാതലത്തിൽ നിന്നും പാതാള ലോകത്തേക്കും ഈ ആത്മാവിൻ്റെ പ്രവേശനമുണ്ടായി. അവിടെ നിന്നും ഈ ആത്മാവിൻ്റെ അനുഭവകർമ്മങ്ങളെ വീട്ടി ആത്മാവ് ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? ഈ ഭൂർലോകത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഭൂർലോകത്തിൽ നിന്നും ആത്മാവിനെ ഉയരണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം? ജ്ഞാനത്തെ പ്രാപിക്കണം, അറിവ് സമ്പാദിക്കണം, ഈശ്വരനെ അറിയണം, ആ ഊർജം സ്വീകരിക്കണം. അതിനാണ് ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജനിച്ചിരിക്കുന്നത്. അജ്ഞാനമാകുന്ന ഈ മൂഢതയിൽപ്പെട്ട് ഈശ്വരനാമങ്ങളെ ത്യജിച്ച് ഈശ്വരനെ തള്ളി ഈ സത്യത്തെ തിരിച്ചറിയാണ്ട് പോകുന്ന ഒരുപാട് അല്പജ്ഞന്മാരായിരിക്കുന്ന ജനങ്ങളുണ്ട്. അവർ വീണ്ടും വീണ്ടും ജനിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരനിലേക്ക് എന്നെ എത്തിച്ചേരാനായിട്ട്, ആ നാമങ്ങളെ ജപിക്കാനായിട്ട് ഓരോരുത്തർക്കും കർമ്മ വരേണ്ടി വരും. അതതിൻ്റെ നിയമമാണ്. ചെയ്ത തെറ്റുകള്, കടങ്ങള് ഒക്കെയും മനസ്സിലാക്കി അതിനെ വീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് പിറന്നിരിക്കുന്നത്, വന്നിരിക്കുന്നത്, ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ നിന്നും നമ്മളുടെ ചിന്താമണ്ഡലങ്ങൾ, അപ്പൊ ഈ ഭൂമിയിൽ നിന്നും ഉയർന്ന ലോകമാണ് ഭുവർലോകം. ആ ഭുവർലോകത്തിലാണ് നമ്മളുടെ ചിന്താശക്തികൾ ഇരിക്കുന്നത്, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്, നമ്മുടെ സ്വപ്നങ്ങൾ ഇരിക്കുന്നത്, നമ്മുടെ കർമ്മങ്ങൾ ഇരിക്കുന്നത്. ഈ ചിന്തയാൽ നമ്മളെ എന്ത് ചെയ്യും? അതിനും മുകളിലുള്ള സ്വർലോകത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ഈ ചിന്താഗതികൾ നമ്മളെ സഹായിക്കും. അപ്പൊ ഈ ഭൂലോകത്തിൽ നിന്ന് നമ്മൾ ഉയർന്ന് ഭുവർലോകത്തിലേക്കും, ആ ഭുവർലോകത്തിൽ നിന്ന് നമ്മൾ സ്വർലോകത്തിലേക്കും എത്തണം. സ്വർലോകത്താണ് സുഖഭോഗങ്ങൾ ഇരിക്കുന്നത്, അവിടെയാണ് ദേവതമാരുടെ വാസം. അപ്പോൾ നമ്മൾ ഇവിടെ ആരെ ഉപാസിക്കണം? ദേവതമാരെ മുറുകെ പിടിക്കണം, ദേവതാ മന്ത്രങ്ങൾ ജപിക്കണം. ആ ജപങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളുടെ കർമ്മങ്ങളെ കട്ട് ചെയ്യാനും ഇവിടെ സുഖഭോഗങ്ങൾ അനുഭവിക്കാനും കർമ്മ വരിക. ദുഃഖങ്ങളെ എടുത്തിട്ട് ആ മന്ത്രങ്ങളാൽ കഴുകിക്കളഞ്ഞ് പാപത്തെ ശുദ്ധമാക്കി പുണ്യത്തിലേക്ക് പ്രയാണം ചെയ്യാനായിട്ട്, സുഖങ്ങളെ അനുഭവിക്കുവാനുമായിട്ടും നമുക്കിവിടെ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ എന്തു വേണം? ദേവതാ നാമങ്ങൾ ജപിക്കണം. അങ്ങനെ ദേവതാ നാമങ്ങൾ ജപിച്ച് 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 അഹം ഭൂത്വാ ശിവം പൂജ്യാത്, നമ്മൾ ദേവനായി തീരണം.
ഒരു ദേവതയായി തീരണം. ആ മന്ത്രത്തിന്റെ ശക്തി ഈ ആത്മാവിന് ഊർജത്തെ കൊടുക്കണം. ആ മന്ത്രമായി തീരണം, ആ ദേവതയായി നാം തീരണം, ഈ ആത്മാവ് തീരണം. അങ്ങനെ ഭവിക്കുമ്പോൾ ഈ ഭൂമി ലോകത്തിൽ നിന്ന് നമ്മൾ ഈ ശരീരം വെടിഞ്ഞ് അടുത്ത കർമ്മത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. ഈ ഭൂലോകത്തിൽ നിന്നും ഭുവർലോകത്തിലേക്കും അവിടെ നിന്നും സ്വർഗലോകത്തിലേക്കും നമുക്ക് പ്രയാണം സാധ്യമാകും. അതിനെന്തു വേണം? നമ്മളിവിടെ നാമമന്ത്രങ്ങൾ ജപിക്കണം. ആ നാമമന്ത്രങ്ങൾ ജപിച്ചതിൻ്റെ പുണ്യം ഈ ആത്മാവിലുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പാതാള ലോകത്തിലേക്ക് പോകാതെ ആ നാമങ്ങൾ നമ്മളെ സംരക്ഷിക്കും. അവിടെ നിന്നും അതിലും മുകളിലുള്ള തലങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം മിഥ്യയാണ് എന്നുള്ള തിരിച്ചറിവ് എന്ന് നമുക്ക് വരുന്നു. ഈ സുഖങ്ങളെയും ദുഃഖങ്ങളെയും ആസ്വദിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് അവനവൻ ബോധ്യപ്പെടുന്ന തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഈ ദേവതാ മണ്ഡലത്തിൽ നിന്ന് നമ്മൾ ഉയർന്ന് മഹർ ലോകത്തിലേക്കും ജനർ ലോകത്തിലേക്കും തപോ ലോകത്തിലേക്കും നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക. കർമ്മങ്ങളെ വിച്ഛേദിക്കപ്പെടണം. ആ തലങ്ങളിൽ എത്തിൽപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? നമ്മുടെ പരംപിതാമായ പരബ്രഹ്മത്തെ നമുക്ക് തിരിച്ചറിയുവാനും അതിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ടും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പം ഭൂർലോകത്തിൽ നിന്ന് നമ്മൾ ഉയർന്ന് ഭുവർലോകത്തിലേക്കും, ഭൂർലോകത്തിൽ നിന്നും ഉയർന്ന് സ്വർലോകത്തിലേക്കും, സ്വർലോകത്തിൽ നിന്നും ഉയർന്ന് മഹർ ലോകത്തിലേക്കും, മഹർ ലോകത്തിൽ നിന്നും ഉയർന്ന് ജനർ ലോകത്തിലേക്കും, ജനർ ലോകത്തിൽ നിന്ന് ഉയർന്ന് തപോ ലോകത്തിലേക്കും, തപോ ലോകത്തിൽ നിന്ന് നമ്മൾ ഉയർന്ന് സത്യലോകത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അവിടെയാണ് നമ്മുടെ പരംപിതാവായ പരബ്രഹ്മം ഇരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങോട്ട് ജനിച്ചിരിക്കുന്നത്. അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു യാത്രയുടെ പ്രയാണത്തിലെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ നിൽക്കുന്നത്. അതിനായി ഞങ്ങൾക്കിവിടെ മഹാഗുരു നീം കരോളി ബാബ ആ പാദത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചു. അവിടെ കുറെ പുണ്യ ആത്മാക്കൾ ആ വഴിയിലേക്ക്, ആ ഗുരുവിന്റെ പദത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ആ ഗുരുവിൽ നിന്നും ഞങ്ങൾ രാമമന്ത്രത്തിലേക്കും, ആ രാമമന്ത്രത്തിൽ നിന്നും ഞങ്ങൾ നാരായണന്റെ പദത്തിലേക്കും ഞങ്ങൾ എത്തിച്ചേരാനായിട്ടുള്ള യാത്രയാണ്. ആ യാത്രയുടെ ഭാഗത്തിൽ എല്ലാവർക്കുമായിട്ടുള്ള വഴികൾ ഞങ്ങളിവിടെ തുറന്നിരിക്കുകയാണ്. ഈ യാത്രയിൽ മോക്ഷപ്രാപ്തിയിലേക്കും സുഖത്തിലേക്കുമാണ് നിങ്ങൾ പ്രയാണം ആരംഭിക്കുന്നതെങ്കിൽ, ചിന്തിക്കുന്നതെങ്കിൽ ഈ വാതിൽ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വരാം, ഈ യാത്രയിൽ പങ്കുചേരാം, നാമങ്ങൾ ജപിക്കാം, ഈശ്വര ലോകത്തിലേക്ക് പ്രയാണം ചെയ്യാം. ഈ സുഖങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ നമുക്ക് വേണ്ടാന്ന് വെക്കാം. അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. പക്ഷെ ഈ ലോകത്തിൽ നമുക്ക് സുഖങ്ങൾ അനുഭവിക്കണം. ആ സുഖങ്ങൾ അനുഭവിച്ച് തീർത്തെങ്കിൽ ഈ സ്വർലോകത്തിലുള്ള സുഖങ്ങളെ നമ്മൾ അനുഭവിക്കണം. ദുഃഖങ്ങളെയും നമ്മൾ അനുഭവിക്കണം. ദുഃഖങ്ങളെ നമുക്ക് താങ്ങാൻ പറ്റാണ്ട് വരുമ്പോഴാണ് നമ്മൾ ഈ കർമ്മക്കടക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള യാത്രകൾ നമ്മൾ ചെയ്യുന്നത്. അതിനുള്ള പ്രായശ്ചിത്തങ്ങൾ ഇവിടെയുണ്ട്. ഈ ദുഃഖങ്ങളെ മറികടക്കാനും സുഖങ്ങളെ അനുഭവിക്കുവാനുമുള്ള വഴികൾ നമുക്കിവിടെയുണ്ട്. അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ലോകത്തിലേക്ക് നിങ്ങൾക്ക് വരാം. ഇവിടെ നിന്നും നിങ്ങളെ ഞങ്ങൾ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കും. ആ ലോകങ്ങളൊക്കെയും ഭേദിച്ച് നമുക്കൊക്കെ തന്നെയും എവിടെ എത്തിച്ചേരാം? നമ്മൾ എവിടെ നിന്ന് വന്നു? നമ്മുടെ പരംപിതാവായ ആ ബ്രഹ്മത്തിലേക്ക് തന്നെ നമുക്ക് എത്തിച്ചേരാം. അതിനുള്ള യാത്രയുടെ ഈ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് സ്വാഗതം. അതിനായുള്ള നൂൽപാലങ്ങൾ ഞങ്ങൾ ഇവിടെ തുറന്നിരിക്കുന്നു. ഈ കയറിൽ പിടിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറാം. ചിന്തിച്ചു നോക്കൂ, വേണോ വേണ്ടയോ എന്ന്. വേണ്ടാത്തവർക്ക് പോകാം, വേണം എന്നുള്ളവർക്ക് വരാം. ആരെയും ഇവിടെ നിർബന്ധിക്കുന്നില്ല. ഗുരുവിന്റെ യാത്രയിൽ നിങ്ങൾക്ക്
സ്വാഗതം. കുറെ ആൾക്കാർ ഞങ്ങൾ ഇവിടെ തയ്യാറായിരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഞാൻ ഈ ഭൂലോകത്തിൽ നിന്നും ഉയർന്ന് ഭൂർലോകത്തിലേക്ക് എത്തി. അവിടെ നിന്നും നിങ്ങൾക്ക് കൈ നീട്ടിയിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് പിടിക്കാം. മഹാഗുരുവായ നീം കരോളി ബാബയുടെ കയ്യിൽ ഞാൻ ഒരു കൈ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ഈ കയ്യിൽ ആവശ്യമുള്ളവർക്ക് പിടിക്കാം. നമുക്ക് ആ ഗുരുവിൻ്റെ പദത്തിലൂടെ സഞ്ചരിച്ച് മോക്ഷമാർഗത്തിലേക്ക് പ്രയാണം ചെയ്യാം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഓം നീം കരോളി ബാബായേ നമഃ. ഓം ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സർവനാമ തത്തുല്യം രാമനാമ വരാനനെ എന്നുള്ള മന്ത്രം നമുക്ക് ഉറക്കെ ജപിക്കാം. ആ ജപത്തിലൂടെ മോക്ഷദായകനായ നാരായണന്റെ പദത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഇതെല്ലാം ഭേദിച്ച് ആ ബ്രഹ്മലോകത്തിൽ എത്തിച്ച് ഒരു പുനർജനനമില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒന്നിച്ച് നാമങ്ങൾ ജപിക്കാം. അതിനായി ഞങ്ങളിവിടെ ദീക്ഷാ പദ്ധതികളുണ്ട്. ആ ഗുരുവിൻ്റെ പദത്തിലേക്ക് വരിക, ഗുരുശിക്ഷ ബന്ധം സ്വീകരിക്കുക, ഈ നാമങ്ങളെ എടുക്കുക, ജപിക്കുക, മോക്ഷം നേടുക, ദുഃഖങ്ങളെ കട്ട് ചെയ്ത് കളയുക. സുഖങ്ങൾ ലഭിക്കും. സുഖങ്ങൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത തലത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ പിന്നിലും ദുഃഖങ്ങളുണ്ട്. ആ ദുഃഖങ്ങളെ കട്ട് ചെയ്യാനുള്ള മാർഗങ്ങളും ഇവിടെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ഉപയോഗിച്ചത്. കുറെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് ഇന്ന് ജ്ഞാനോപദേശം കൊടുത്തതിൻ്റെ അല്പം ബാക്കി മാത്രമാണ് ഇന്ന് ഞാൻ ഇവിടെ നിവേദിച്ചത്. സ്വീകരിക്കാം, സ്വീകരിക്കാണ്ടും ഇരിക്കാം. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ വാക്കുകളൊക്കെയും എൻ്റെ ഗുരുവിൻ്റെ പാതാരബന്ധങ്ങളിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഓം ജ്ഞാനമൂലം ഗുരുർമൂർത്തി, പൂജാമൂലം ഗുരുപദം, മന്ത്രമൂലം ഗുരുർവാക്യം, മോക്ഷമൂലം ഗുരുപദം, ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപ, ഗുരോ പരതരം നാസ്തി തസ്മാൽ സമ്പാദ്യേ ഗുരു. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹേശ, ഗോ ബ്രാഹ്മണേഭ്യ ശോമസ് നിത്യം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുചരണം ശരണം.